എന്നാ വിശേഷം? നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. എന്നാ പറ്റിയിടാവേ? ഇന്നാണ് എൻ്റെ കൊച്ചിനെ കൊണ്ട് പീഡിപ്പിച്ചതിൻ്റെ വിധി പറയുന്ന ദിവസമാണെന്ന്. സുരേഷേ, നീ ധൈര്യമായിട്ടിരിക്കും. നീ വിഷമിക്കണ്ട. കോടതിയിൽ നിന്ന് നിനക്ക് അനുകൂലമായ ഒരു വിധി തന്നെ ഉണ്ടാവും. നീ എന്തിനു പേടിക്കുന്നു? എൻ്റെ മോക്കെ ഇവിടെ ഒരു കാലത്ത് നീതി കിട്ടത്തില്ല. ഇവിടുത്തെ മുതലാളിമാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാം പ്രതികൾക്ക് സപ്പോർട്ടാണ്. നിൻ്റെ മുതലാളിയും പണവളവർക്ക് ഇവിടെ എന്തുവാകാം. കോടതി വിധി. പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിലാണ് ഇന്ന് വിധിയുണ്ടായത്. പോലീസിന്റെ അനാസ്ഥ പരസ്യമാക്കിയ കേസിലെ വിധിയിൽ വലിയ ജനരോഷമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. പെൺകുട്ടികൾക്ക് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, അന്വേഷണം പ്രഹസനമായിരുന്നു എന്നും അവനെയൊക്കെ വെറുതെ വിട്ട് നന്നായിടെ, അല്ലെങ്കിൽ അവനൊക്കെ നമ്മുടെ നികുതി പണം കൊണ്ട് തിന്നു പോയിട്ട് നന്നായി. സത്യം. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും ആർക്കും പേടിയുണ്ടാവില്ല. നമ്മളെന്തിനാണ് കാര്യം വെച്ചിരിക്കുന്നത്? നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിച്ചാൽ പോലെ. നമ്മൾ എത്ര നാളായാലും ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഇതുവരെ വല്ലതും നടന്നു? ഇവിടെ ജോലിക്ക് പോകാൻ എത്ര ആൾക്കാർ മൂടം വയ്ക്കി ചെത്തി കിടക്കുന്നുണ്ട്. നമുക്കും വേണ്ട ഒരു ബൈക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ജോലി കൊണ്ട് ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു ഉടായ്പില്ല, ജീവിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാനില്ല അല്ലേ? പറഞ്ഞാൽ ശരിയല്ലേ? അല്ലെങ്കിൽ എന്ത് ഉടായ്പ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 10 പൈസ ഉണ്ടാക്കി. എൻ്റെ പൊന്നു മച്ച, ഈ കാലത്ത് പൈസ ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളൂ. ആരെ കൊണ്ടിട്ടാണെങ്കിലും 10 പൈസ ഉണ്ടാവും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞാൻ ഒരു മാർഗം കാണിച്ചുതരാം. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ അനുസരിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരും. സമ്മതമാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് പോകാം. പുള്ളി നമുക്ക് മുന്നേ എത്തിയല്ലോ. എന്തായാലും പറയുന്ന കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യം എന്നായി? നിങ്ങൾക്ക് മഞ്ഞൾ വാസുവിനെ അറിയോ? മഞ്ഞൾ വാസു ഇവിടുത്തെ ഒരു കോടീശ്വരനാണ്. അയാൾ ഊടായ്പ വഴിയാണ് പൈസ ഉണ്ടാക്കിയത്. നിനക്കറിയോ മഞ്ഞൾ വാസുവിനെ? അറിയത്തില്ല. നിനക്കറിയോ? അറിയത്തില്ല. അയാളുടെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അയാളുടെ ഡ്രൈവറാണ് ഞാൻ. എന്ത് ഉടായ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടാ, നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടാക്കണം. അതേ ഉള്ളൂ. എനിക്കൊരു കാര്യം ചെയ്യേ, നാളെ തന്നെ നമുക്ക് മുതലാളിനെ പോയി കാണാം. മുതലാളി ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് സംസാരിച്ചാലോ? കണ്ടു നോക്കാം. നമ്മൾ അശോകൻ ചേട്ടൻ പറഞ്ഞിട്ട് വരിക. എന്തുപടി കാര്യം പറ. ശവം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, വിശ്വസിക്കാവിടെ? വിശ്വസിക്കാം. ഞങ്ങൾക്ക് എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയേ ഉണ്ടാക്കി പറ്റത്തുള്ളൂ കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലാണ് ജോലി പോലും എടുക്കാനില്ല. ആ ഒരവസ്ഥയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാത്തോണ്ടാ മുതലാളി ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചാടിക്കറി ഓക്കെ പറഞ്ഞത്. എന്നാലും എന്തിനായിരിക്കും ഇന്ന് തന്നെ വീട്ടിൽ കയറി സാധനം എടുക്കാൻ പറഞ്ഞ ഒരാളി? ഇപ്പം തന്നെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ആയല്ലോ. കാടിനുള്ളിൽ കയറുന്തോറും എനിക്ക് പേടി കൂടിക്കൂടി വരിക. അളയെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അയാൾ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ലക്ഷപ്രഭുക്കളാകാൻ പോവാ. നീ എന്തായാലും നടന്ന് വാളിയാ. എന്നാലും എന്തിനായിരിക്കും കാട്ടിനടുക്ക അയാൾ വീട് കൊണ്ട് വെച്ചേക്കുന്നത്? എന്തായാലും അവിടെ നിന്ന് ആ സാധനം എടുത്ത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഇത് വീട് തന്നെ ആണോ അളിയാ? ഇതിനകത്തോട്ട് ഇനി എങ്ങനെ കിടക്കുന്ന? ഇതെന്തൊരു സ്മെല്ലളി ഇതിനകത്ത്? ഇതെല്ലാം അറവുശാലല്ലോ ആണോ? ഫുള്ള് ചോരയുടെ മണമാണല്ലോ അളിയാ. അളിയ കൊച്ചി പിള്ളേരുടെ ഡ്രസ്സാ കിടക്കുന്നില്ല അളിയാ. ഇതിനകത്തൊക്കെ ചോര പറ്റിയിരിക്കണടാ. അയാൾ പറഞ്ഞ രഹസ്യം ഇത് തന്നെ. തുറക്കളിയ, തുറക്ക് എടുക്ക്. ഡോക്ടർ, നിങ്ങളെന്താ ഇവിടെ? നിങ്ങളല്ലേ മഞ്ഞൾ വാസു പറഞ്ഞ ടീമാണ്? നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അവരാരും ജീവനോടെ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല. അവരുടെ ഓർഗൻസ് കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. നിയമത്തിനും കോടതിക്കും ഞങ്ങളെ ഒരു ചുക്കം ചെയ്യാൻ പറ്റും. കാരണം എല്ലാം ഞങ്ങളൊപ്പം. നിങ്ങളെപ്പോലെ മണ്ടന്മാർ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.